മിഥുനരാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രമാണ് തിരുവാതിര. ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 6ാമത്തെ നക്ഷത്രമാണിത്. ഇതിന്റെ അധിപൻ രാഹുവാണ്. ആകാശം ഒരു വില്ലിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഈ നക്ഷത്രസമൂഹത്തെ രുദ്രന്റെ നക്ഷത്രം എന്നും വിളിക്കുന്നു. തിരുവാതിര നക്ഷത്രത്തെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ താഴെ നൽകുന്നു. 1. ജ്യോതിഷപരമായ അടിസ്ഥാന വിവരങ്ങൾ. രാശി മിഥുനം. പൂർണ്ണമായും മിഥുനരാശിയിൽ വരുന്നു. നക്ഷത്രനാഥൻ അധിപൻ രാഹു. രാശ്യാധിപൻ ബുധൻ. അധിദേവത ശിവൻ. രുദ്രൻ. ഗണം മനുഷ്യം. യോനി ശ്വാവ് നായ. ലിംഗം സ്ത്രീ. പക്ഷി ചെമ്പൂത്ത്. വൃക്ഷം കരിങ്ങാലി. 2. സ്വഭാവസവിശേഷതകൾ. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ ബുദ്ധിശാലികളും നർമ്മബോധമുള്ളവരുമായിരിക്കും. വാക്ചാതുര്യം. ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. പെരുമാറ്റം പുറമേ പരുക്കനായി തോന്നാമെങ്കിലും ഉള്ളിൽ വളരെ ദയയുള്ളവരായിരിക്കും. അറിവ്. സകല കലകളിലും ശാസ്ത്രങ്ങളിലും താൽപ്പര്യമുണ്ടാകും. പലപ്പോഴും ചിന്താശീലരും പരീക്ഷണാത്മക ബുദ്ധിയുള്ളവരുമായിരിക്കും. ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുള്ളവരാണ്, എന്നാൽ അത് വേഗത്തിൽ ആറുകയും ചെയ്യും. 3. തൊഴിൽ മേഖലകൾ. ബുധനും രാഹുവും സ്വാധീനം ചെലുത്തുന്നതിനാൽ വിവരസാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർ ശോഭിക്കും. ഗവേഷകർ, എഴുത്തുകാർ, അധ്യാപകർ, എഞ്ചിനീയർമാർ. ഫാർമസ്യൂട്ടിക്കൽസ് മരുന്നുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട ജോലികൾ. വിദേശരാജ്യങ്ങളുമായുള്ള വ്യാപാരം അല്ലെങ്കിൽ നയതന്ത്ര ജോലികൾ. 4. വിവാഹവും പൊരുത്തവും. തിരുവാതിരക്കാർക്ക് കുടുംബജീവിതത്തിൽ ചില ഉയർച്ചതാഴ്ചകൾ അനുഭവപ്പെടാറുണ്ട്. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് ജീവിതം സമാധാനപൂർണ്ണമാക്കാൻ സഹായിക്കും. അനുകൂല നക്ഷത്രങ്ങൾ. പുണർദം, അനിഴം, ഉത്രട്ടാതി, ഭരണി, മകയിരം, വിശാഖം. ദോഷകരമായ നക്ഷത്രങ്ങൾ. രോഹിണി, തൃക്കേട്ട, അവിട്ടം. 5. ദശകളും കാലയളവും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജന്മനാ ലഭിക്കുന്നത് രാഹുദശയാണ്. രാഹുദശയുടെ ആകെ കാലയളവ് 18 വർഷമാണ്. ജനിക്കുന്ന സമയത്തെ നക്ഷത്രപാദം 1, 2, 3, 4 അനുസരിച്ച് ഈ 18 വർഷത്തിൽ ശിഷ്ടം വരുന്നത് എത്രയെന്ന് കണക്കാക്കാം. ഇതിനുശേഷം വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം എന്നിവ വരുന്നു. 6. ദോഷങ്ങളും പരിഹാരങ്ങളും. രാഹു നക്ഷത്രനാഥനായതിനാലും രുദ്രൻ ദേവതയായതിനാലും താഴെപ്പറയുന്നവ ഗുണകരമാണ്. ശിവഭജനം. തിങ്കളാഴ്ചകളിലും തിരുവാതിര നക്ഷത്ര ദിവസങ്ങളിലും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായി കഴിക്കുക. രാഹുപ്രീതി. സർപ്പപ്രീതിക്കായി 100 പാലും സമർപ്പിക്കുന്നത് രാഹുദോഷം കുറയ്ക്കാൻ സഹായിക്കും. മന്ത്രം ഓം നമഃ ശിവായ എന്ന മന്ത്രം പതിവായി ജപിക്കുക. ശ്രദ്ധിക്കാൻ. ലഹരിവസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജീവിതവിജയത്തിന് അത്യാവശ്യമാണ്. 7. ആരോഗ്യം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ, ചർമ്മരോഗങ്ങൾ അല്ലെങ്കിൽ ദഹനപ്രശ്നങ്ങൾ എന്നിവയ്ക്ക് നേരിയ സാധ്യതയുണ്ട്. ഭക്ഷണക്രമത്തിൽ കൃത്യത പാലിക്കുന്നത് ഗുണം ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിൽ നിലവിൽ ഏത് ദശയാണ് നടക്കുന്നത് എന്നറിയാൻ ജനനതീയതിയും സമയവും പരിശോധിക്കുന്നത് നന്നായിരിക്കും. തിരുവാതിര നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ അത് പലപ്പോഴും അപ്രതീക്ഷിതമായ ഉയർച്ചതാഴ്ചകളിലൂടെ കടന്നുപോകുന്ന ഒന്നാണ്. ബുധൻ ഭരിക്കുന്ന മിഥുനം രാശിയിലും രാഹു നക്ഷത്രനാഥനായും വരുന്നതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഇവർക്ക് പ്രത്യേകമായ ചില രീതികളുണ്ട്. വിശദമായ സാമ്പത്തിക വിശകലനം താഴെ നൽകുന്നു. 1. വരുമാനമാർഗങ്ങൾ. ബുദ്ധിശക്തിയിലൂടെയുള്ള സമ്പാദ്യം ശാരീരിക അധ്വാനത്തേക്കാൾ ഉപരിയായി ബുദ്ധി ഉപയോഗിച്ചുള്ള ജോലികളിലൂടെയാണ്. ഉദാഹരണത്തിന് കൺസൾട്ടൻസി, IT, അധ്യാപനം, എഴുത്ത്. ഇവർ പണം സമ്പാദിക്കുന്നത്. വിദേശബന്ധം. രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ കമ്പനികളിൽ നിന്നോ ഉള്ള വരുമാനം ഇവർക്ക് വലിയ സാമ്പത്തിക നേട്ടം നൽകാറുണ്ട്. വൈവിധ്യമാർന്ന വരുമാനം. പലപ്പോഴും ഒന്നിലധികം മാർഗങ്ങളിലൂടെ പണം വരാനുള്ള ഭാഗ്യം ഇവർക്കുണ്ട്. 2. സാമ്പത്തിക സ്വഭാവം. അപ്രതീക്ഷിത ലാഭം. ലോട്ടറി, ഓഹരി വിപണി, സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ പിതൃസ്വത്ത് എന്നിവയിലൂടെ അപ്രതീക്ഷിതമായി ധനം വന്നുചേരാൻ സാധ്യതയുള്ള നക്ഷത്രമാണിത്. ചെലവ് നിയന്ത്രണം. പണം സമ്പാദിക്കാൻ മിടുക്കരാണെങ്കിലും അത് സൂക്ഷിച്ചുവെക്കുന്നതിൽ ഇവർ പിന്നിലായിരിക്കും. അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി പണം ചിലവഴിക്കുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. സാഹസികത. സാമ്പത്തിക കാര്യങ്ങളിൽ റിസ്ക് എടുക്കാൻ ഇവർ മടിക്കില്ല. ഇത് ചിലപ്പോൾ വലിയ ലാഭത്തിനും ചിലപ്പോൾ നഷ്ടത്തിനും കാരണമാകാറുണ്ട്. 3. സാമ്പത്തിക വെല്ലുവിളികൾ. സ്ഥിരതക്കുറവ്. രാഹുവിന്റെ സ്വാധീനം കാരണം വരുമാനത്തിൽ പെട്ടെന്നുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായേക്കാം. പെട്ടെന്ന് ഒരുപാട് പണം വരികയും എന്നാൽ പെട്ടെന്ന് തന്നെ വലിയ ചിലവുകൾ വരികയും ചെയ്യുന്നത് ഇവരുടെ പ്രത്യേകതയാണ്. വായ്പകൾ. മറ്റുള്ളവരെ സഹായിക്കാനോ അല്ലെങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്കോ വേണ്ടി കടം വാങ്ങുന്ന സ്വഭാവം നിയന്ത്രിച്ചില്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായേക്കാം. 4. സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള നിർദ്ദേശങ്ങൾ. നിക്ഷേപം. പണം കയ്യിൽ വയ്ക്കാതെ വസ്തുവകകളിലോ റിയൽ എസ്റ്റേറ്റ് സ്വർണ്ണത്തിലോ നിക്ഷേപിക്കുന്നത് തിരുവാതിരക്കാർക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഗുണം ചെയ്യും. സൂക്ഷ്മത.
ജാമ്യം നിൽക്കുക, കൃത്യമായ രേഖകളില്ലാതെ പണം കടം കൊടുക്കുക എന്നിവ ഒഴിവാക്കണം. രാഹു പ്രീതി. സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ ശനിയാഴ്ചകളിൽ രാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് നന്നായിരിക്കും. 5. ഗുണകരമായ കാലയളവ്. തിരുവാതിര നക്ഷത്രക്കാർക്ക് 33 വയസ്സിനു ശേഷം സാമ്പത്തികമായ വലിയ പുരോഗതിയും സ്ഥിരതയും അനുഭവപ്പെടാറുണ്ട്. അതുവരെ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുക. പുതിയ വീഡിയോകൾ അപ്പപ്പോൾ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ കൂടി ഒന്നമർത്തുക.